അച്ഛനെയും കൊണ്ട് ബാലചന്ദ്രൻ എത്തുമ്പോൾ പൊട്ടിത്തെറിച്ച് അലീന. അതായത് അലീന സ്വന്തം അച്ഛനോട് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിനെ തപ്പിയിറങ്ങിയിരിക്കുകയാണല്ലോ. അദ്ദേഹത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാനായിട്ട് ബാലചന്ദ്രൻ ശ്രമിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ സ്റ്റാലിനാണെങ്കിൽ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇവിടേക്ക് വന്നത്, നിങ്ങളും ഞാനുമായിട്ട് മുൻപ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ സ്റ്റാലിൻ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ ഞാനും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ നിങ്ങളുടെ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. എൻ്റെ ഒരു സാധനം, നിങ്ങൾ എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ കഴിഞ്ഞ കഥകൾ പുറത്തേക്ക് വിടുന്നു. അതായത് പണ്ട് നിങ്ങൾ ക്യാമ്പിലായിരുന്നപ്പോൾ ഒരു വൈജയന്തിയുമായിട്ട് പ്രണയബന്ധത്തിലായത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉവ്വ, ഞാൻ ഓർക്കുന്നുണ്ട് എന്ന് സ്റ്റാലിൻ പറയുന്നു. ഇതേ സമയമാണെങ്കിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ വൈജയന്തിയുടെ കെട്ടിയ ഭർത്താവാണ് ഞാൻ എന്ന് പറയുന്നു. അത് കേട്ടതും സ്റ്റാലിൻ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ച് ഒരു പോക്ക് പോകാനായിട്ട് നോക്കുമ്പോൾ, നിങ്ങൾ ഓടി ഒളിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല, സത്യമായി തന്നെ തുറന്നു പറയുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചതും ആ കാര്യങ്ങളെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റാലിൻ. നിങ്ങൾ ഓടിപ്പോയിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ ഞാൻ ഇതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. 25 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കൊല്ലാൻ ശ്രമിച്ച ആ പെൺകുട്ടി ഇതുവരെയും മരിച്ചിട്ടില്ല. ആ പെൺകുട്ടി ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. അതായത് നിങ്ങളുടെ മകൾ, നിങ്ങൾക്കും വൈജയന്തിയായ എൻ്റെ ഭാര്യയ്ക്കും ഇടയിൽ ജനിച്ച ആ പെൺകുട്ടി എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ അവളെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ സ്റ്റാലിൻ പറയുന്നുണ്ട്, എൻ്റെക്ക് കുടുംബജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ ജീവിതം തകരില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതം അപ്പോൾ എൻ്റെ ജീവിതം തകർന്നതോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നു. അങ്ങനെ സ്റ്റാലിനെ നിർബന്ധിച്ച് അലീനയുടെ മുൻപിലേക്ക് ബാലചന്ദ്രൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ഇതേ സമയം സ്റ്റാലിനാണെങ്കിൽ ആദ്യം വരില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒടുവിൽ വരാമെന്ന് സമ്മതിക്കുന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ കാണാൻ സാധിക്കുക. അങ്ങനെ നമ്മുടെ അലീനയും സംഘവും, സഹോദരിയും സഹോദരന്മാരും ഇങ്ങോട്ട് തിരികെ ഇവിടെ എത്തുന്നുണ്ട്, കടപ്പാട്ടൂർ വീട്ടിൽ. അവരെത്തി 1 മണിക്കൂറിനുള്ളിൽ ബാലചന്ദ്രനും തിരികെ വരുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. ബാലചന്ദ്രൻ്റെ ഒപ്പം ഒരാളുമുണ്ട്. ആ ആളെ കണ്ടതും അലീന അന്താളിച്ചു പോകുന്നുണ്ട്. തൻ്റെ അച്ഛൻ തന്നെയല്ലേ ഇത് എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ട് അലീനയുടെ കയ്യിൽ. ആ ഫോട്ടോ വെച്ചാണ് അലീന ഇവരെയൊക്കെ തിരിച്ചറിയുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അച്ഛനെ കണ്ടതും അലീന പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോകുന്നു. ഇതേ സമയം ബാലചന്ദ്രൻ അലീനയുടെ മുറിയിലേക്ക് പോവുകയും, അലീനെ, നിനക്കിത് ആരാണെന്ന് ഞാൻ വ്യക്തമാക്കേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനോട് പൊട്ടിത്തെറിക്കുന്ന അലീനയെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയം ബാലചന്ദ്രൻ വരെ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് അലീന പെരുമാറുന്നത് എന്ന് കാണാം. അപ്പോൾ